സൺസ്ക്രീൻ ഉപയോഗിച്ച ശേഷം നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫേസ് ഡാർക്ക് ആയ പോലെ തോന്നുന്നുണ്ടോ? സൺസ്ക്രീൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് സേവ് ചെയ്യൂ. റാൻഡം ആയിട്ട് മാർക്കറ്റിൽ വരുന്ന സൺസ്ക്രീൻസ് മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അഥവാ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ലോഷൻ ബേസ്ഡ് അഥവാ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സൺസ്ക്രീൻ ട്യൂബില് ഇതുപോലെ അൾട്രാ മാറ്റ് ഫിനിഷ്, ഡ്രൈ ടച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ് ഓയിലി സ്കിന്നുകാർ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ഹൈപ്പോ അലർജിക്, മിനറൽ ബേസ്ഡ് ആൻഡ് ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നിങ്ങൾ കൂടുതൽ സമയം വീട്ടിൽ തന്നെ നിൽക്കുന്ന ആളാണ്, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുന്നവരാണെങ്കിൽ SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 ഉള്ളത് യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഡെയിലി പുറത്തു പോകുന്ന ആൾക്കാരാണെങ്കിൽ SPF 50 യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. PA3+ ഉള്ള സൺസ്ക്രീൻസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബോത്ത് UVA ആൻഡ് UVB റേസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസും അതിന്റെ ബെനിഫിറ്റ്സും ഒന്ന് കമന്റ് ചെയ്യൂ. അത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആകട്ടെ.